A very good morning, my dear students. Today, we will revise Financial Accounting Module 1 Single Entry System of Accounting. നമുക്ക് എക്സാം മോഡലിൽ അല്ലെങ്കിൽ എക്സാം വൈസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോവുക. സോ നിങ്ങൾക്കറിയാം, നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് അത്യാവശ്യം തിയറീസ് പഠിക്കാനുണ്ട്. ദെൻ നമുക്ക് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ദെൻ അതുപോലെ എസ് എ പ്രോബ്ലം വരുന്നുണ്ട്. സോ എസ് എ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സെക്കൻഡ് സെമിസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്സ് ക്വസ്റ്റ്യൻസ്, എസ് എ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. സോ ആദ്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് മീനിങ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ് ഓഫ് ദ സിംഗിൾ എൻട്രി സിസ്റ്റം ചോദിക്കുന്നുള്ളതാണ്. സോ നമുക്കതൊന്ന് നോക്കാം. അതെങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മീനിങ് ആദ്യം എഴുതുക. നിങ്ങൾക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്നില്ല. അതായിരിക്കണം നിങ്ങളുടെ മെയിൻ പോയിന്റിൽ വരേണ്ടത്. ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദ ഡബിൾ എൻട്രി സിസ്റ്റം. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ ഓൺലി ദ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻ. ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്കി റിയൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ട്സൊക്കെ ഇവിടെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മീനിങ് ആയിട്ട് നിങ്ങൾ ഈ 2 സെൻറ്റൻസ് എഴുതിയാൽ മതിയാവും. ഡെഫിനേഷൻ ആണെങ്കിൽ, അക്കോർഡിംഗ് ടു കൊഹ്ലർ, എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഇൻ വിച്ച് ആസ് എ റൂൾ ഓൺലി റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി വേരിയിങ് വിത്ത് സർക്കംസ്റ്റാൻസസ്. ഇതാണ് ഡെഫിനേഷൻ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ബുക്ക് കീപ്പിങ്ങിൻ്റെ സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് അഥവാ പേഴ്സണൽ അക്കൗണ്ട്സുകൾ മാത്രം. പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെ വരും? ഡെപ്റ്റേഴ്സ് വരും, ക്രെഡിറ്റേഴ്സ് വരും, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, അങ്ങനെയൊക്കെയുള്ള അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തായിട്ട് പറയാം, ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അതായത് എക്സ്പെൻസസ് അക്കൗണ്ടുകളൊന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് എന്താണ് നമുക്ക് പറയാം? ഇനി ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡബിൾ എൻട്രി ആണെന്ന് പറയാം. ഇത് സർക്കംസ്റ്റാൻസസിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് മീനിങ് ഓഫ് സിംഗിൾ എൻട്രി ആൻഡ് ഡെഫിനേഷൻ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇതിന് ഒബ്ജക്റ്റീവ്സ് വരുന്നിട്ടുണ്ട്. ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻ, ടു ഓപ്പൺ അക്കൗണ്ട്സ്, ടു പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്, ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ്. അതായത് മെയിനായിട്ട് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കി എടുക്കുക, അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, അക്കൗണ്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിനുള്ളത്. ദെൻ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്? ഒന്നാമത്തെ തന്നെ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതൊരു ഇൻകംപ്ലീറ്റ് ആണ്, ഇന്നാക്യുറേറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസാറ്റിസ്ഫാക്ടറി ആണ്, ആൻഡ് അൺറിലയബിൾ ആണ്. സോ ഒക്കെ ഒരു ഇൻകംപ്ലീറ്റ്, ഇന്നാക്യുറേറ്റ്, അൺസയൻറ്റിഫിക്, അൺസാറ്റിസ്ഫാക്ടറി ആൻഡ് അൺറിലയബിൾ അങ്ങനെ പോകുന്ന ഒരു ബുക്ക് കീപ്പിംഗ് ആണ് എന്ത് പറയുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇത് എന്ത് സിസ്റ്റമാണ്? ഇറ്റ് ഈസ് എ ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാരണം നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എഴുതാവുന്നതാണ്. സോ ഇറ്റ് അവോയ്ഡ്സ് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി നമ്മുടെ ഫസ്റ്റ് സെമിൽ എക്സാമിന് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് അതിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാതെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വളഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു രീതി ഉണ്ടായിരുന്നു ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതുപോലെയൊക്കെ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എന്തുകൊണ്ടാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഒരു ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റമാണെന്ന് പറയുന്നത് എന്ന്. സോ അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഈ 5 പോയിന്റ്സ് എഴുതിയാൽ മതിയാവും. സോ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു സ്മോൾ കൺസേൺസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻട്രി സിസ്റ്റമാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റം. Okay, I think you are well clear about the question, that is what is single entry system, and state the objectives and features of it. And if the question is like why single entry system is called as defective double entry system, state
എന്ന് ചോദിക്കുകയാണെങ്കിലും എഴുതാവുന്ന രീതിയിൽ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, ആൻഡ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനും ഏകദേശം ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലോങ് എസ്സേ ആയിട്ട് വരില്ല, ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫോമ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടി വരും. ഹൗ ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ്, അല്ലെങ്കിൽ അത് ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. പ്രോഫോമ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നന്നായിട്ട് ഒന്ന് നോക്കേണ്ടി വരും. അപ്പോൾ പ്രോഫോമ നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് പ്രോഫോമ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇതുപോലെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ദെൻ അതിൽ നിന്നും ലെസ് ചെയ്യേണ്ട ഐറ്റംസുകൾ അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നു. ദെൻ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് നമുക്ക് കിട്ടുന്നു. ദെൻ ആ കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം? എല്ലാ എക്സ്പെൻസസുകളും. എക്സ്പെൻസസുകൾ എന്തൊക്കെ വരുന്നു? ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, income received in advance, then interest on bank loan, അല്ലെങ്കിൽ അത്രയും. അപ്പോൾ അങ്ങനെയുള്ള അത്രയും എക്സ്പെൻസ് ഐറ്റംസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? വി റെഡ്യൂസ് ഇറ്റ് ഫ്രം ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആൻഡ് വി ഗോട്ട് ആൻ എമൗണ്ട്. ആൻഡ് ആ എമൗണ്ട് നമ്മൾ എവിടെ എടുത്തെഴുതുക? ഔട്ടർ കോളത്തിൽ എടുത്തെഴുതുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആഡ് ഇൻകംസ് ലൈക്ക് അപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിങ്സ്, prepaid expenses and interest on drawing. And what we got? We will get net profit or net loss. This is the real pro forma of statement of profit and loss. I think you are well clear about the pro forma of statement of profit or loss. So now we will go to an problem and എന്തിനു വേണ്ടിയിട്ടാണ്? To prepare a statement of profit or loss in a single entry system method. It can be asked as short essay ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നത് മിക്സ്ഡ് ഫിഗേഴ്സ് ഐറ്റംസ് ആയിട്ടുള്ള ടോട്ടൽ ഡെപ്റ്റേഴ്സ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക, ദെൻ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ വരയ്ക്കുക. അങ്ങനെയുള്ള അത് നമുക്ക് ഇനി അടുത്ത പോർഷനിൽ നോക്കാം, അടുത്തൊരു സ്റ്റെപ്പിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം. ഷാൻ keeps his books under single entry system. He provides you the following information. Calculate net profit for the year ended 31st March 2019. Capital on 1st April 2018 is 1 lakh. Capital on 31st March 2019 is 1,50,000. Additional capital is 20,000. Outstanding salary is 8,000. Drawings during the year is 12,000. Rent due but not received is 5,000. Prepaid insurance is 4,000. സോ ഇത്ര ഐറ്റംസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡിങ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തെടുത്ത് എഴുതാം? ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് എത്ര തന്നേക്കുന്നത്? അപ്പോൾ നമ്മളിത് ഔട്ടർ കോളത്തിൽ എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് 1,50,000. എഴുതി. ദെൻ അടുത്തത് നമുക്ക് ഐറ്റംസ് ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ആഡ് ചെയ്യാനുള്ളതാണ് ഈ ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ. സോ ആഡ് ഡ്രോയിങ്സ് എത്രയാണ്? ദാറ്റ് ഈസ് 12,000 തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ 12,000. ഇത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ലെസ് അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് ലെസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ? ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഒരു ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ
ഡ്രോയിങ്സ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ആ കിട്ടിയ എമൗണ്ടിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. സോ ആദ്യം അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി, ഡ്രോയിങ്സ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിടണം. 1,62,000 ആണ്. ഇതിൽ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ 20,000 തന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്തിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വി വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇപ്പം എത്ര വന്നു? 1,42,000 ആണ് നമുക്ക് ലെസ് ചെയ്തിടുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ എന്താ വിളിക്കുന്നത്? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി വിൽ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് എന്താ തന്നേക്കുന്നത്? ദാറ്റ് ഈസ് 1 lakh. 1 lakh ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഫോമ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഫോമ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ക്ലിയർ ആവും? ഹൗ ടു അപ്രോച്ച് ദിസ് പ്രോബ്ലം, എത്ര സ്പീഡി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അക്കൗണ്ടിങ്ങിന്റെ എക്സാമിന് നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ്. ആ ടൈം മാനേജ്മെന്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി പ്രോബ്ലംസ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ 2-3 എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഐറ്റംസുകൾ ഓർമ്മയിൽ വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാനായിട്ടും അതിലേക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം നമുക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്താ പറയുക മിസ്സാക്കി കളയരുത്. ട്രൈ ടു സ്കോർ ഫുൾ മാർക്ക്. I expect this problem as short as say 5 marks. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? വി വിൽ ഗെറ്റ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ? സോ 1,42,000 1 lakh കുറച്ചാൽ വി വിൽ ഗെറ്റ് 42,000 അല്ലേ? സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് അവർ ഗ്രോസ് പ്രോഫിറ്റ്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. പ്രോബ്ലംസ് നന്നായി കോളമൊക്കെ വരച്ച് പേന കൊണ്ട് തന്നെ വരയ്ക്കാണ്ട് കീപ് ഓൾവേസ് പെൻസിൽ ആൻഡ് സ്കെയിൽ വിത്ത് യു വൈൽ യു ആർ എൻറ്ററിങ് ഇൻ ടു ദ എക്സാം ഹാൾ. ആൻഡ് അടുത്തത് നമുക്ക് എക്സ്പെൻസസ് ഐറ്റംസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് പ്രോബ്ലത്തിൽ നോക്കാം. എക്സ്പെൻസസ് ഐറ്റംസ് ആയിട്ട് നമുക്ക് എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? അഡീഷണൽ നമ്മൾ ഇതൊക്കെ എടുത്തു അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് തന്നേക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലേ? എംപ്ലോയീസിന് കൊടുത്ത ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മളുടെ എന്താണ്? കമ്പനിയുടെ എക്സ്പെൻസ് ആണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻകം വന്നിട്ടുണ്ടോ നോക്കാം. ഇൻകം റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇത് എന്താണത്? ദാറ്റ് ഈസ് ഇൻകം അല്ലേ? സോ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിൽ കണക്കാക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. സോ എപ്പോഴും ശ്രദ്ധിക്കുക, എക്സ്പെൻസസ് ഓൾവേസ് ലെസ് ഫ്രോം ദ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഇൻകംസ് ഓൾവേസ് ആഡ്. സോ ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പെൻസ് ഐറ്റംസ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലേ? അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്രയാണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി തന്നേക്കുന്നത് ദാറ്റ് ഈസ് 8,000. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് 34,000 ആണ് കിട്ടുക. സോ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ആഡ് ഇത് എക്സ്പെൻസ് ആണ്. ഇൻകം എന്താണ്? എന്തൊക്കെ ഐറ്റംസ് തന്നിട്ടുണ്ട്? റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അതായത് ദാറ്റ് ഈസ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. അതുപോലെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? നമ്മുടെ
ഔട്ട്സ്റ്റാൻഡിങ് ഇൻക്വേർഡ് എടുക്കാം. അപ്പോൾ ഇത് 5,000, ഇത് 4,000. അപ്പോൾ ടോട്ടൽ ഇറ്റ് ഈസ് 9,000. സോ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എത്രയാണ്? ഇന്നർ കോളത്തിൽ എഴുതാം കേട്ടോ. 5,000. ഇതിനടുത്തത് എന്താണ്? പ്രീപെയ്ഡ് ഇൻഷുറൻസ്. This 4,000. So jointly it become 9,000. So 34,000 in add ചെയ്തിടുമ്പോൾ we will get 43,000, right? So ഇതാണ് എന്ത് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ്. സോ ആൻസർ നമുക്ക് കിട്ടി. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 43,000. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡിങ് പറഞ്ഞിട്ട് ഇൻ ദ മെത്തേഡ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സോ ഇതൊരു എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്ത എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മിസ്സിംഗ് ഫിഗേഴ്സിന്റെ, അതായത് ടോട്ടൽ ഡെപ്റ്റേഴ്സ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാനും അത് അങ്ങനെയുള്ള പ്രോബ്ലമാണ്. സോ നമുക്ക് അതും കൂടി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് മിസ്സിംഗ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സർട്ടൻ ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല. സോ നമ്മളിത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എന്തിലേക്ക് എത്തിച്ചേരാനായിട്ട്, ബാലൻസ് ഷീറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട്. സോ ഈ ഒരു പോർഷൻ നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. ടോട്ടൽ ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മുമ്പ് വി ഹാവ് ടു പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് അല്ലേ. സോ സെയിൽസിന് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അക്കൗണ്ട് ആണ് എന്ത്, ദാറ്റ് ഈസ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ബിക്കോസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് അഥവാ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമുക്ക് അസർട്ടൈൻ ചെയ്യാവുന്നതാണ്. ദെൻ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരുമ്പോൾ നമ്മൾക്ക് പർച്ചേസസ്, അസർട്ടൈൻമെന്റ് ഓഫ് പർച്ചേസസിനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? വി ഹാവ് ടു പ്രിപ്പയർ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. സോ പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം വരും, ദാറ്റ് ഈസ് ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ ഏത് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടത്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടത്. സോ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എന്താണ്, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് എന്താണ്, ആൻഡ് ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ അടുത്തത് നമുക്ക് പറയുന്നത് ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്തിനു വേണ്ടിയിട്ടാണ്? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ബിൽസ് റിസീവബിൾ അറ്റ് ദ ബിഗിനിങ് ഓർ അറ്റ് ദ എൻഡ് ഇൻ അഡീഷൻ ടു ദ ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. അതുപോലെ തന്നെയാണ് ബിൽസ് പേയബിളും. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും we can find out the missing figures, bills payable at the beginning or bills payable at the end and bills payable issued during the year. So ഇത് പ്രൊഫോമ ഓഫ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. സോ നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പ്രൊഫോമ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. സോ ഇതിന്റെ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ്, ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡിസ്കൗണ്ട്സ്, റിട്ടേൺ ഇൻവേർഡ്സ്, അലവൻസസ്, ട്രാൻസ്ഫേഴ്സ്, ബാഡ് ഡെപ്റ്റ് വരുന്നുണ്ട്. ദെൻ ഡെബിറ്റ് സൈഡിൽ ബിൽസ് റിസീവബിൾ, ഡിസ്ഹോണേർഡ്, ഫ്രൈറ്റ് ചാർജ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ അക്കൗണ്ട്, ട്രാൻസ്ഫർ, ക്യാഷ്, ക്രെഡിറ്റ് സെയിൽസ്. സോ ഇതാണ് പ്രൊഫോമ. സോ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ സർട്ടൈൻ ടോട്ടൽ സെയിൽസ്. അപ്പൊ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. സോ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. സോ നമുക്ക് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ഓഫ് 2019 തന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺസ്, ക്യാഷ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് എല്ലാം അവിടെ ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ ബിൽസ് റിസീവ്ഡ് തന്നിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ്, ഡിസ്ഹോണേർഡ്, ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, ക്യാഷ് സെയിൽസ് ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് വരയ്ക്കാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ നമുക്ക് എത്രയാണ്? ഓപ്പണിംഗ് ബാലൻസസ് തന്നേക്കുന്നത് that is 24,000. ആ ഒരു ഐറ്റം എടുത്ത് എഴുതുക, 24,000. ദെൻ നമുക്ക് ക്യാഷ് ആയിട്ട് എത്ര തന്നിട്ടുണ്ട്? 90,000. ഡിസ്കൗണ്ട് വന്നിട്ട് 6,800. ബിൽസ് റിസീവബിൾ വന്നിട്ട് 34,000 തന്നിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ്സ് നമുക്ക് 3,000 തന്നിട്ടുണ്ട് അല്ലെ. ഇതിങ്ങനെ ഐറ്റംസുകൾ എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടണം. സോ നമ്മൾ ബാലൻസ് ചെയ്തിടുക.
ദെൻ 20,000 ആണ് നമ്മുടെ ബാലൻസ് ഓൺ ഡെപ്റ്റേഴ്സ് ഓഫ് ക്ലോസിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ദാറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് അസർട്ടൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കണേ അല്ലേ. സോ ക്യാഷ് സെയിൽസ് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 50,000 ആണ് നമ്മുടെ ക്യാഷ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയത് 1,32,000 ആണ്. സോ 50,000 പ്ലസ് 1,32,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1,82,000. സോ ഇങ്ങനെയാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ച് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സിന്റെ പെർഫോമ നോക്കാം. ഇതുപോലെ തന്നെ ക്യാഷ്, ബിൽസ് പേബിൾ, ഡിസ്കൗണ്ട്, അലവൻസസ്, ട്രാൻസ്ഫർ, ക്യാഷ്, ബിൽസ് പേബിൾ, ഡിസ്ഹോണേർഡ്, ട്രാൻസ്ഫേഴ്സ്, ക്രെഡിറ്റ് പർച്ചേസ്, ബാലൻസിങ് ഫിഗർ. So the problem, balance of the creditors 14,000, cash paid to creditors 10,000, bills payable on accepted 10,000, then discount allowed by them that is 500, returns outward, creditors closing, cash purchase. So ഇതുപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. നമുക്ക് ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്രയാണ്? ഓപ്പണിംഗ് ബാലൻസ് എത്ര തന്നേക്കുന്നത് 14,000 അല്ലേ. ദെൻ ക്യാഷ് റിസീവ്ഡ് എത്ര തന്നേക്കുന്നത്? ക്യാഷ് പെയ്ഡ് ദാറ്റ് ഈസ് 10,000. ദെൻ ബിൽസ് പേയബിൾ എത്ര തന്നേക്കുന്നത്? ഇറ്റ് ഈസ് 10,000 ഓൾസോ. ആൻഡ് ഡിസ്കൗണ്ട് റിട്ടേൺസ് എഴുതിയെടുത്തു. ദെൻ നമുക്ക് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 25,000 തന്നിട്ടുണ്ട്. സോ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് പർച്ചേസ് 34,500, ക്യാഷ് പർച്ചേസസ് 10,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ് ദാറ്റ് ഈസ് 10,000 പ്ലസ് 34,500 44,500. സോ ഇങ്ങനെയാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സും ടോട്ടൽ ക്രെഡിറ്റേഴ്സും ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അപ്പോൾ ഇതൊരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഷോർട്ടസ്റ്റ് ആയിട്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന്. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പെർഫോം ചെയ്യും, അതുപോലെ ബിൽസ് പേയബിൾ അക്കൗണ്ട് പെർഫോം ചെയ്യും. അപ്പൊ അതും കൂടി നമുക്ക് നോക്കാം. ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ നമ്മൾ പെർഫോമ നോക്കുക ബൈ ക്യാഷ്, സൺഡേ ക്രെഡിറ്റേഴ്സിൽ ബിൽസ് റിസീവബിൾ ഡിസ്ഹോണേർഡ്, ദെൻ ബിൽസ് റിസീവബിൾ എൻഡോസ്ഡ്, സൺഡേ ഡെപ്റ്റേഴ്സ്. എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ ആസ് ഓൺ 1/1/2019, ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ബിൽസ് റിസീവ്ഡ് ഡിസ്കൗണ്ടഡ് ഫ്രം ദ ബാങ്കേഴ്സ്, ക്യാഷ് റിസീവ്ഡ്, ബിൽസ് റിസീവ്ഡ് ഡിസ്ഹോണേർഡ്, ദെൻ എൻഡോസ്ഡ്. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ബിൽസ് റിസീവബിൾ ആസ് ഓൺ. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിൾ, ക്ലോസിംഗ് ഫിഗർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. സോ പ്രൊഫോമ നോക്കി നമുക്ക് വരയ്ക്കാം. നമുക്ക് ബാലൻസ് ബ്രോട്ട് ഡൗൺ ആയിട്ട്, അതായത് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എത്ര തന്നേക്കുന്നതെന്ന് നോക്കാം. എത്ര ഓപ്പണിംഗ് ബാലൻസ് തന്നേക്കുന്നത്? 20,000 തന്നിട്ടുണ്ട്. അതുപോലെ റിസീവ്ഡും ഡിസ്കൗണ്ടഡും ക്യാഷ് റിസീവ്ഡും തന്നിട്ടുണ്ട്. സോ ഓരോ ഐറ്റംസ് എടുത്ത് എഴുതുക. ബാങ്ക് 5,000, ക്യാഷ് 2,500, സൺഡ്രി ഡെപ്റ്റേഴ്സ് 2,500, ക്രെഡിറ്റേഴ്സ് 3,000. സോ ബാലൻസ് ചെയ്തിടുക. ആ ബാലൻസ് ചെയ്തിട്ട ഐറ്റമാണ് നമ്മുടെ എന്ത്? ക്ലോസിംഗ് ഫിഗർ. ക്ലിയർ? സോ ഇങ്ങനെയാണ് ബിൽസ് റിസീവബിളും ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിൽസ് പേയബിൾ അറ്റ് ദ ബിഗിനിങ്, ബിൽസ് പേയബിൾ അറ്റ് ദ എൻഡ്, ബിൽസ് പേയബിൾ ഇഷ്യൂഡ്, ഇത്രയാണ് നമുക്ക് മിസ്സിംഗ് ഫിഗേഴ്സ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ അതിന്റെ ഒരു പ്രൊഫോമ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ഓർ അക്സെപ്റ്റൻസ് ഗിവൺ ഡ്യൂറിംഗ് ദ ഇയർ, then cash, sundry creditors, bills payable dishonored, balance carried down. സോ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഒക്കെ എന്തായാലും ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ ഓൺ 1/1/2019. അപ്പോൾ ബിൽസ് പേയബിൾ ഇഷ്യൂഡ്, ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ, ഇഷ്യൂഡ് തന്നിട്ടുണ്ട്, പെയ്ഡ് തന്നിട്ടുണ്ട്, ഡിസ്ഹോണേർഡ് തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ ഓൺ എന്താ പറയാ 31/12/2000, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സോ ബാലൻസ് നമുക്ക് ആദ്യം എഴുതാം. നമുക്ക് എത്രയാണ് നമുക്ക് ബിൽസ് പേയബിൾ, നമുക്ക് ബിൽസ് പേയബിൾ ഓൺ 31/12/2019 എത്ര തന്നേക്കുന്നത്? 20,000 ആണ് തന്നേക്കുന്നത് അല്ലെ. പിന്നെ അതുപോലെ ബിൽസ് പേയബിൾ പെയ്ഡ് എത്രയാണ് തന്നേക്കുന്നത്? 10,000. നമുക്ക് ആദ്യം അതെടുത്ത് എഴുതാം. ടു ക്യാഷ് 10,000. ദെൻ സൺഡ്രി ക്രെഡിറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? ബിൽസ് പേയബിൾ ഡിസ്ഹോണേർഡ്, അതാണ് നമ്മളുടെ എന്ത്? ബിൽസ് പേയബിൾ ഡിസ്ഹോണേർഡ് ആണ് നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് കാണിക്കേണ്ടത്. സോ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എടുത്ത് എഴുതി 4,000. ദെൻ ബാലൻസ് നമുക്ക് എത്രയാണ്? ബാലൻസിങ് ഫിഗർ എത്രയാണ് കിട്ടുക? ദാറ്റ് ഈസ് 10,000, 4,000, ദെൻ
20,000 ദാറ്റ് ഈസ് ക്ലോസിംഗ് ബാലൻസ് ആണ്. 20,000 എഴുതി. നമുക്ക് ബാലൻസ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസിലോട്ട് എത്തണം അല്ലെ. സോ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 14,000 വരും. ക്ലിയർ? സോ ബിൽസ് പേബിൾ അക്കൗണ്ട് വരയ്ക്കുക. നമുക്ക് തന്ന ഐറ്റംസുകളൊക്കെ പ്രൊഫോമ ലൈക്ക് എഴുതിയെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ബാലൻസിങ് ഫിഗർ അപ്പൊ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ്. 14,000 ആണ് നമ്മളുടെ ഈ പ്രോബ്ലത്തിന്റെ ആൻസർ എന്ന് വരിക. സോ ടോട്ടൽ ഡെപ്റ്റേഴ്സ് ചോദിക്കാം, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ചോദിക്കാം, ബിൽസ് റിസീവബിൾ ചോദിക്കാം, ബിൽസ് പേയബിൾ ചോദിക്കാം. സോ ഇങ്ങനെയാണ് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഐ ഹോപ്പ് യു വെൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പ്രോബ്ലംസ്. സോ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. സോ ആ ഒരു പ്രൊഫോമ നിങ്ങൾ നോക്കി വെക്കുക. ആൻഡ് 5 മാർക്സ് ഷോർട്ട് ആൻസേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ എസ് വരില്ല എന്ന് പറയുന്നില്ല, പക്ഷെ കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ട പ്രോബ്ലംസുകൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വീഡിയോയിലുണ്ട്. സോ ഇത് വീഡിയോ കാണുക, അതിനുശേഷം നിങ്ങൾ ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കുക. അത് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എക്സ്പെക്ട് ചെയ്യുക. ആൻഡ് ഒരിക്കലും സിംഗിൾ എൻട്രിയുടെ പ്രോബ്ലം വിട്ട് കളയരുത്. കാരണം അത് ഈസിയാണ്, സിംപിളറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മളുടെ ഇന്നത്തെ റിവിഷൻ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് അടുത്ത ക്ലാസ് നമ്മളുടെ ഷെയർസിന്റെ ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുക. ആൻഡ് മൊഡ്യൂൾ 2 ഫ്രം മൊഡ്യൂൾ 2 ആയിരിക്കും. സോ ഇപ്പോൾ ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് റിവിഷൻ ചെയ്തോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യു എക്സാംസ്.